തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള കൂളൂർ ഗ്രാമപഞ്ചായത്തിലെ പാറപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും. പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയും രക്തം വിയർക്കുകയും ചെയ്യുന്നു. കാച്ചപ്പള്ളി അന്തോണി വർഗീസും കുടുംബവും സൗജന്യമായി തന്ന 5 സെന്റ് സ്ഥലത്താണ് ഈ കപ്പോള ഇപ്പോൾ നിലകൊള്ളുന്നത്. ഞാൻ ഇതൊരു കാർമ്മമാരായിട്ട് എനിക്ക് ഭാഗവച്ചു കിട്ടിയ സ്ഥലമാണ്. അപ്പൊ അത് ഞാൻ എല്ലാ എന്റെ സഹോദരങ്ങളൊക്കെ പങ്കുവച്ചു കൊടുത്തപ്പോൾ അതിൽ അംശം ഞാൻ ഇവിടെ ഒരു കപ്പോളയ്ക്ക് 5 സെന്റ് സ്ഥലം വിചാരിച്ചു. അത് ഞാൻ തിരിച്ചിട്ട് അന്ന് കപ്പോള. ഈ കെട്ടിടത്തിൽ ഒക്ടോബർ മാസത്തിലെ കൊന്തയുടെ ഭാഗമായി പ്രതിഷ്ഠിച്ച മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ശക്തിയിൽ മാതാവിന്റെ രൂപം വിയർക്കുകയും രക്തം പൊടിയുകയും കയ്യിൽ മോതിരം രൂപപ്പെടുകയും വിമലഹൃദയത്തിൽ കരുതുമ്പോൾ വിനയം അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അയൽപക്കത്തെ സുഹൃത്ത് പറഞ്ഞു, കപ്പേടയിൽ വീണ്ടും അത്ഭുതം ഉണ്ടായി, മാതാവിന്റെ മുഖത്തു നിന്നൊക്കെ വെള്ളത്തുള്ളികൾ വരുന്നുണ്ട്. ഞാൻ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് നോക്കുകയാണ്. അപ്പോൾ മാതാവിന്റെ ദേഹത്ത് മുഴുവനും ഫോട്ടോയിൽ മുഴുവനും കൈകൊണ്ട് തൊട്ട പാടുകളാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സംശയത്തോടെ ഞാൻ പറഞ്ഞു, അപ്പോൾ വരുന്ന വഴി ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചതാ, അവരും ഇവരും പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരില്ല, എനിക്ക് മാതാവ് കാണിച്ചു തരണം. ഞാൻ ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോയിൽ സൂക്ഷിച്ചു നിൽക്കുകയാണ്. ഞാൻ അവരെയൊക്കെ പറഞ്ഞു മാറ്റി പറയാതെ മാതാവേ മാതാവേ എന്ന് 2 വിളി വിളിക്കുകയുണ്ടായി. ദൈവത്തിന്റെ തിരുമുമ്പിൽ ഏറ്റവും ശക്തിയായ മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. കർത്താവിന്റെ ജനനത്തിന്റെ ആദ്യ നിമിഷം മുതൽ ലോകത്തിന്റെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കേരളത്തിലും നമ്മുടെ നാട്ടിലും ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. മാതാവിന് മധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് കാലക്രമേണ ഒരു വലിയ തീർത്ഥകേന്ദ്രമായി മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കർത്താവിൻ്റെ രക്ഷാകര ജോലിയിൽ പരിശുദ്ധ മറിയത്തെ കൂടി ദൈവം ഉപകരണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഉണ്ടാകാൻ തുടങ്ങിയത് ഇത് 1 or 2 പേര് അല്ല, അനേകം പേർ ഇതിന് സാക്ഷിയായിരുന്നു. പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുകയും അവരോരോ കാര്യങ്ങൾ സാധിച്ചിട്ടുകയും ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അനുഗ്രഹീതമായ മാതാവ് കൂടുതൽ വ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും വണക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ദൈവഹിതം ഈ അടുത്ത കാലങ്ങളിൽ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്.